കൂട്ടുകാരെ, ഹാപ്പി സ്ട്രിങ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിസംബറിലെ ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനായില്ലേ. സോ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് 3 റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രിയേഷൻ എന്ന് പറയുന്ന പാഠമായിരുന്നു. അപ്പം ആ പാഠം നമ്മൾ ഒന്നായിട്ടൊരു ഒറ്റ നോട്ടത്തിൽ വേഗം നോക്കുകയാണ്. അപ്പം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് ഈ 8 കാര്യങ്ങളാണ്. റെസ്പിറേറ്ററി സിസ്റ്റം, ഗ്യാസസ് എക്സ്ചേഞ്ച്, റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസം, അനേറോബിക് റെസ്പിറേഷൻ, എക്സ്ക്രിയേഷൻ, സ്ട്രക്ചർ ഓഫ് കിഡ്നി, ഫോർമേഷൻ ഓഫ് യൂറിൻ, കിഡ്നി ഹെൽത്ത്, എക്സ്ക്രിയേഷൻ ഇൻ അതർ ഓർഗാനിസംസ്. അപ്പം നമുക്ക് ഓരോന്നുമായിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗം നോക്കാം. ആദ്യത്തേതാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന പോർഷൻ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് റെസ്പിറേഷൻ, എന്താണ് റെസ്പിറേഷൻ എന്നത് പഠിക്കാം. അതേപോലെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും നോക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ വരുന്ന എക്സാമിനൊക്കെ നമുക്കറിയാം ഫിഗേഴ്സ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിൽ ലാബൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ട് അതെന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ആ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ പിക്ചറും അല്ലെ ഒറ്റ ഫിഗറും നമ്മൾ എന്താക്കാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റൂല. ഈ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ബ്രോങ്കിയോലി എന്താണെന്ന് പഠിക്കണം. അത് ജസ്റ്റ് എന്താ പറയുകയാണ്, ബ്രോങ്കസിൻ്റെ ഒരു ബ്രാഞ്ചാണ് എന്ത് ബ്രോങ്കിയോലി എന്ന് പറയുന്നത്. പ്ലൂറ അല്ലേ, എന്താണ് ഈ ഒരു ലങ്സിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ആണ് പ്ലൂറ. പിന്നെ ഡയഫ്രം, അതായത് ഈ തൊറാസിക് ക്യാവിറ്റീനെയും അബ്ഡോമിനൽ ക്യാവിറ്റീനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസ്കുലർ വാളാണ്. പിന്നെ ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെസ്പിറേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ, അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്ന എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ലങ്സിൽ വെച്ചിട്ടാണെന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആൽവിയോലസ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതായത് ഇവിടെ എന്താണ് ആൽവിയോലസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡെലിക്കേറ്റ് എയർ സാക്ക് ആണ്. അതായത് അവിടെയാണ് ഗ്യാസ് ഒക്കെ തങ്ങി നിൽക്കുന്നത്. അതാണ് എന്ത് ഈ റെസ്പിറേറ്ററി സർഫസ് ഇൻക്രീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനുള്ള. അപ്പോൾ ആൽവിയോലസിൻ്റെ സ്ട്രക്ചറും മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം. അതേപോലെ എന്താണ് ആൽവിയോലസ്, എന്താണ് ആൽവിയോലസിൻ്റെ ഫങ്ഷൻ, ഈ കാര്യങ്ങളും എന്തായാലും നോട്ട് ചെയ്യണം. ഇനി അടുത്തതാണ് ഇവിടെ വെന്റിലേഷൻ ഓർ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു പോർഷന്. അപ്പോൾ എന്താണ് വെന്റിലേഷൻ? അപ്പോൾ വെന്റിലേഷന് നമ്മൾ ബ്രീത്തിങ് എന്നും പറയും. അപ്പോൾ ആ പേരും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻസ്പിരേഷൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, എക്സ്പിരേഷൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 ഫിഗേഴ്സ് ഇവിടെ കൊടുത്ത രണ്ട് കൊടുത്ത ഫിഗേഴ്സ് ഇത് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ചിലപ്പം ഇത് ലാബൽ ചെയ്യാനാണ് വരിക. അപ്പോൾ അതിൽ ഇൻ്റർകോസ്റ്റൽ മസിൽ എന്താണ്, റിബ്സ് എന്താണ്, ഡയഫ്രം എന്താണെന്നുള്ളത് നോക്കണം. ഇനി അടുത്തതാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഗ്യാസസ് എക്സ്ചേഞ്ചിൽ നമുക്ക് നോക്കാനുള്ളത് ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതും നോക്കണം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2 സ്ഥലത്താണ് നടക്കുന്നത്. ഒന്ന് ലങ്സ് ഓർ ആൽവിയോലസിൽ വെച്ചിട്ട്, പിന്നെ ബ്ലഡ് കാപ്പിലറീസ്, ഈ 2 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ആ ഒരു എക്സ്ചേഞ്ച് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ലങ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. ബ്ലഡ് കാപ്പിലറീസിൽ നോക്കുകയാണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, അതേപോലെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഹൈ ടു ലോവർ കോൺസെൻട്രേഷൻ, കൂടുതൽ ഉള്ളിടത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് പറയാം ഇപ്പോൾ ഓക്സിജൻ്റെ കാര്യമാണെങ്കിൽ ലങ്സിലാണ് കൂടുതൽ ഉള്ളത്, അതേപോലെ ബ്ലഡ് കാപ്പിലറീസിൽ അതിൽ കുറവാണ്. അപ്പോൾ ലങ്സിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് ഓക്സിജൻ പോവുക. ഇനിയിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതൽ, ബ്ലഡ് കാപ്പിലറീസിലാണ് കൂടുതൽ, ലങ്സിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോവുക, ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് ലങ്സിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കാൻ ഒരിക്കലും മറക്കരുത്. ഇവിടെ മറ്റൊരു ഫിഗറും കൂടിയുണ്ട്, അതും എന്തായാലും നോക്കണം. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആക്സസ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നോക്കേണ്ട ഒരു ഫിഗറുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുകയും വേണം.
അടുത്തതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സെല്ലുലാർ റെസ്പിറേഷൻ. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ ഉള്ളത് പഠിക്കണം. സെല്ലുലാർ റെസ്പിറേഷന് 2 ഫേസസ് ആണുള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഗ്ലൈക്കോലിസിസും ക്രബ്സ് സൈക്കിളും ആണ്. അപ്പോൾ ഗ്ലൈക്കോലിസിസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. അപ്പോൾ ഈ ഫിഗർ ഓർക്കണം. ഈ ഫിഗർ ഏതിൻ്റെ ഫിഗർ ആണെന്ന് ചോദിച്ചാൽ സൈറ്റോപ്ലാസം ആണ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ ആ ഒരു പിക്ചർ കണ്ടാൽ എന്ത് പറയണം? ഗ്ലൈക്കോലിസിസ് ആണെന്ന് പറയണം. രണ്ടാമത്തെ ക്രബ്സ് സൈക്കിൾ ആണ്. ക്രബ്സ് സൈക്കിളിൽ നമ്മൾ ഓർക്കേണ്ടത്, എന്തുകൊണ്ടാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്ന പേര് വന്നത്? ഹാൻസ് അഡോൾഫ് ക്രബ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഈ ക്രബ്സ് സൈക്കിൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ ക്രബ്സ് സൈക്കിളിന് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്ന പേര് വന്നത്. അതേപോലെ ഈ ക്രബ്സ് സൈക്കിൾ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയയിലാണ്. അപ്പോൾ ഇവിടെ ഈ ക്രബ്സ് സൈക്കിളിൻ്റെ പിക്ചർ ഏതിൻ്റെ പിക്ചറാണെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയ ആണ് അല്ലേ. അപ്പോൾ മൈറ്റോകോൺട്രിയൻ്റെ ചിത്രം കണ്ടാൽ അത് ഏതാണ്? ക്രബ്സ് സൈക്കിളാണെന്നുള്ളത് ഓർക്കണം. പിന്നെ നമ്മൾ ഹീമോഗ്ലോബിൻ അതിന് പഠിച്ചത്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ RBCയിൽ റെഡ് കളർ, ചുവന്ന കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ നോക്കി വെക്കണം. അതേപോലെ നമുക്കറിയാം ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി എന്താ കിട്ടുക? ഓക്സി ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടിയാൽ എന്താ കിട്ടുക? കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് കിട്ടുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ നോക്കി വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്ലൈക്കോലിസിസ് ക്രബ്സ് സൈക്കിളും ഒരു ഡിഫറൻസസ് ബേസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സൈറ്റ് ഓഫ് ആക്ടിവിറ്റി, ഗ്ലൈക്കോലിസിസ് സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ ആ സൈറ്റോപ്ലാസത്തിൻ്റെ പിക്ചർ നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ ക്രബ്സ് സൈക്കിൾ ആണെങ്കിൽ അത് മൈറ്റോകോൺട്രിയയിലാണ്. ആ ഒരു പിക്ചർ ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്കറിയാം ഗ്ലൈക്കോലിസിസിൽ ഗ്ലൂക്കോസ് ആണ് ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ക്രബ്സ് സൈക്കിളിലാണെങ്കിൽ പൈറൂവിക് ആസിഡ് ആണ്. പിന്നെ ഗ്ലൈക്കോലിസിസിൽ പ്രൊഡക്റ്റായി നമുക്ക് കിട്ടുന്ന പൈറൂവിക് ആസിഡ് ആണ്. ക്രബ്സ് സൈക്കിളാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോലിസിസിൽ എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. പക്ഷേ ക്രബ്സ് സൈക്കിളിൽ ഓക്സിജൻ വേണം എന്ന് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഇത് മസ്റ്റായിട്ട് നോക്കണം. കാരണം ഇത് സെല്ലുലാർ റെസ്പിറേഷൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കി വെക്കണം. അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും കൂടിയിട്ട് എൻസൈംസിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എത്ര ATP മോളിക്യൂളും കിട്ടുന്നുണ്ട്? 30 ATP മോളിക്യൂൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഇതാണ് റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസം. മറ്റു ഓർഗാനിസത്തിലുള്ള റെസ്പിറേഷൻ എങ്ങനെയാണെന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയത്. അമീബൻ്റെ കേസ് അവിടെ സെൽ മെംബ്രെയിൻ ആണ് അവർ യൂസ് ചെയ്യുന്നത്. എർത്ത് വേമിൻ്റെ കേസിൽ സ്കിന്നാണ് അവർ ബ്രീത്ത് ചെയ്യാൻ അല്ലെ റെസ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫിഷിൻ്റെ കേസിൽ ഗിൽസ് ആണ് അവർ റെസ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. അതായത് ഈ പ്ലാന്റ് സസ്യങ്ങളുടെ കേസിൽ അവരെങ്ങനെയാണ് ശ്വസിക്കുന്നത് അല്ലെ റെസ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റൊമാറ്റോ വഴി ഉണ്ട്. അപ്പോൾ സ്റ്റൊമാറ്റോ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലെൻറ്റിസെൽസ് ഉണ്ട്, അതേപോലെ സെൽസ് ഓഫ് ഫ്രൂട്ട്സ്. ഈ 3 രീതിയിലാണ് ഈ പ്ലാന്റ്സിൻ്റെ കേസിൽ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചറും നോക്കണം. അതേപോലെ ഒരു ചെറിയൊരു 2-3 പോയിന്റ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വെക്കുകയും വേണം. അടുത്തതാണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അനേറോബിക് റെസ്പിറേഷൻ്റെ കേസിൽ ആദ്യം നമ്മൾ എന്താണ് എയറോബിക് അല്ലെങ്കിൽ എന്താണ് അനേറോബിക് റെസ്പിറേഷൻ എന്നുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അതിന് ആവശ്യമാണ്. ഓക്സിജൻ ആവശ്യമായിട്ടുള്ള ഒരു റെസ്പിറേഷനെയാണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുക. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജൻ ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു റെസ്പിറേഷനെയാണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എനേറോബിക് റെസ്പിറേഷൻ്റെ എക്സാമ്പിൾ 2 കൊടുത്തിട്ടുണ്ട്. ലാക്ടോബാസിലസ് ബാക്ടീരിയൻ്റെ കേസും ഈസ്റ്റിൻ്റെ കേസും. അപ്പോൾ ഇതും മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിന്ന് ക്വസ്റ്റ്യൻ വരും. ഒന്നെങ്കിൽ നമ്മളോട് ലാബിൾ ചെയ്യാൻ, എവിടെയെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ട് ലാബിൾ ചെയ്യാനാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കും. അതായത് ഇപ്പോൾ ഈസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ലാസ്റ്റ് എന്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. അതേപോലെ എത്ര ATP മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ATP മോളിക്യൂൾസ് ആണ്. എവിടെ വെച്ചിട്ടാണ് രണ്ടും നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അടുത്തതാണ് എക്സ്ക്രിയേഷൻ, സ്ട്രക്ചർ ഓഫ് കിഡ്നി. അപ്പോൾ നമ്മൾ റെസ്പിറേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എക്സ്ക്രിയേഷൻ്റെ കേസിലുള്ളതാണ്
നോക്കാൻ പോകുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് വെച്ചാൽ യൂറിയ സിന്തസിസ്, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. പിന്നെ എവിടെ വെച്ചിട്ടാണ് യൂറിയ സിന്തസിസ് നടക്കുന്നത്? ലിവറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ കാര്യം ഓർത്ത് നിൽക്കുക. അതേപോലെ നെഫ്രോൺ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് കിഡ്നി അല്ലേ? കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ നെഫ്രോണിൻ്റെ ചിത്രവും ഫിഗർ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ ബൊമാൻസ് ക്യാപ്സ്യൂള്, എഫ്രൻ വെസല്, ഗ്ലോമറുലസ്, ഇത് എന്താന്നുള്ളത് ഒരു 1-2 പോയിന്റിലും പഠിച്ചു വെക്കണം. എന്താണ് ഈ സാധനം? ഗ്ലോമറുലസ് എന്നാൽ എന്ത്? എഫ്രൻ വെസൽ എന്നാൽ എന്ത്? എഫ്രൻ വെസൽ എന്നാൽ എന്ത് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണം. പിന്നെ വരുന്ന പോർഷനാണ് കിഡ്നി സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു പെയർ ഓഫ്, അതായത് 2 കിഡ്നികളാണ് ഉള്ളത്. അപ്പോൾ ഈ കിഡ്നിക്ക് കോർട്ടക്സും മെഡുല്ല എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. പിന്നെ കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ്, പെൽവിസ്, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറിത്ര, ഇതൊക്കെ ഫിഗറിൽ ലാബിൽ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ കിഡ്നി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഫോർമേഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ യൂറിൻ ഫോർമേഷൻ ഒന്നും മനസ്സിലാവാത്തവർ ആ ഒരു വീഡിയോ ഒക്കെ പോയി കാണുക, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഫോർമേഷൻ ഓഫ് യൂറിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് നോക്കാം. ഫോർമേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അൾട്രാ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, സെക്രിയേഷൻ. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ എന്താണെന്നുള്ളത് പഠിക്കുക. അത് എവിടെ വെച്ചിട്ടാണ്? സ്മോൾ പോസ് ഇൻ ഗ്ലോമറുലസിലുള്ള ചെറിയ പോസ് ഉണ്ട്. പോസ് എന്ന് വെച്ചാൽ ചെറിയ തുള അല്ലെങ്കിൽ ദ്വാരങ്ങളുണ്ട്. അവിടെ വെച്ചിട്ടാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. അതിലെന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് പഠിക്കുക. പിന്നെ റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ റീനൽ ട്യൂബ്യൂളിൽ നിന്ന് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് റീ അബ്സോർബ് ചെയ്യുന്നതാണ്. സെക്രിയേഷൻ എന്ന് പറഞ്ഞാൽ റീനൽ ട്യൂബ്യൂൾസിലേക്ക് സെക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കാതെ പോകരുത്. ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കുക. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു യൂറിൻ ഫോർമേഷൻ്റെ ഒക്കെ അതേപോലെ യൂറിൻ ഔട്ട്സൈഡിലേക്ക് പോകുന്ന ആ ഒരു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഇതിൽ അൾട്രാ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, സെക്രേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്തായാലും പഠിച്ചിട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വരുന്നൊരു പാർട്ടാണ് ഈ യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ നോട്ട് ചെയ്യുക. അതേപോലെ യൂറിൻ ഫോർമേഷൻ്റെ 3 ഫേസസ് അല്ലെ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്താണെന്ന് നോക്കുക. ഫ്ലോ ചാർട്ടും തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അടുത്തതാണ് ഹെൽത്ത് ഓഫ് കിഡ്നീസ്. ഇവിടെ നമുക്കൊരു ടേബിൾ 3.5 കാണാം. അപ്പോൾ ഇത് നമ്മളെ ടെക്സ്റ്റിലുള്ള അതേ ടേബിളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാം. അതേപോലെ നമ്മുടെ കിഡ്നിനെ ബാധിക്കുന്ന 2 ഡിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കിഡ്നി സ്റ്റോൺ, നെഫ്രൈറ്റിസ്. പിന്നെ അടുത്തത് ഹീമോഡയാലിസിസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഹീമോഡയാലിസിസ് എന്നുള്ളത് പഠിക്കാം. അതേപോലെ ഹീമോഡയാലിസിസിൻ്റെ സ്റ്റെപ്സും പഠിക്കാം. പിന്നെ ഈ ഫിഗർ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ചിലപ്പം ഈ ഡയാലിസിസ് ഫ്ലൂയിഡ് അവിടെ ഡാഷ് എന്ന് കൊടുക്കും. അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടി വരും. ഡയാലിസിസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അവിടെ പ്രഷർ മോണിറ്റർ അവിടെ ബ്ലാങ്ക് കൊടുത്തിട്ട് അതെന്താ സംഭവം എന്നുള്ളത് ഈ ഫിഗർ തന്നിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഈ ഫിഗർ കണ്ട ഇത് ഹീമോ ഡയാലിസിസ് ആണെന്നുള്ളത് ഓർക്കണം. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത് നോക്കി വെക്കുക. അതേപോലെ ഡോണർ എന്താണ്, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്, പോസ്റ്റ് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഈ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഇനി അടുത്ത് നമ്മൾ എക്സ്ക്രിയേഷൻ ഇൻ അതർ ഓർഗാനിസം ആണ്. നിങ്ങൾ ഈ ടേബിൾ മാത്രം പഠിച്ചു പോയാൽ മതി. അപ്പോൾ ഈ ടാബിൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം. ഇത് ചിലപ്പോൾ ബ്ലാങ്ക് അതായത് അമീബൻ്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്, എക്സ്ക്രീറ്ററി മെക്കാനിസം എന്താണ്, അപ്പോൾ ആ രീതിയിൽ ഇൻസെക്റ്റ്, ഫിഷ്, ഫ്രോഗ്, റെപ്റ്റൈൽ, ബേർഡ്, എർത്ത് വോം, ഇതിലേതെങ്കിലും 1-2 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വെക്കണം. അടുത്തത് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഹൗ ദ ഹ്യൂമൻ എക്സ്ക്രിയേറ്ററി സിസ്റ്റം കോൺട്രിബ്യൂട്ട്സ് ടു ഹോമിയോസ്റ്റാസിസ്. എങ്ങനെയാണ് നമ്മുടെ എക്സ്ക്രിയേറ്ററി സിസ്റ്റം അല്ലേ, ഹ്യൂമൻ എക്സ്ക്രിയേറ്ററി സിസ്റ്റം ഹോമിയോസ്റ്റാസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ബോഡി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ കിഡ്നീസ്, ലിവർ, ലങ്സ് ആൻഡ് സ്കിൻ ത്രൂ എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. അതായത് ഈ കിഡ്നി
കിഡ്നിയും ലിവറും ലങ്സും സ്കിന്നും ഒക്കെ അവരിലുള്ള നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് കളഞ്ഞിട്ടാണ് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്കിന്നാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് സാൾട്ടും വാട്ടറും ഒക്കെ ഉണ്ട്. അതേപോലെ ലിവർ ആണെങ്കിൽ റെഗുലേറ്റ്സ് മെറ്റബോളിസം ആൻഡ് ന്യൂട്രലൈസസ് ടോക്സിൻ, അതായത് അമോണിയനെയൊക്കെ യൂറിയ ആക്കി മാറ്റിയില്ലേ, ആ ഒരു കേസാണ് ലിവറിൻ്റെ കേസിൽ. അതേപോലെ കിഡ്നീൻ്റെ ഉണ്ട് ബിസൈഡ്സ് എക്സ്പെല്ലിംഗ് വേസ്റ്റ് സാൾട്ട് വാട്ടർ ബാലൻസ് റെഗുലേഷൻ ഓഫ് pH ആൻഡ് BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറാണ്. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ ലങ്സ് ആണെങ്കിൽ എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഓക്സിജൻ ആസ് വെൽ as pH. അടുത്തതാണ് തിങ്സ് ദാറ്റ് ഡിസ്റ്റർബ് ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ബോഡി. നമ്മുടെ ബോഡീൻ്റെ ഹോമിയോസ്റ്റാസിസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്, ഓവർ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻ, ലാക്ക് ഓഫ് എക്സസൈസ്, മെൻ്റൽ സ്ട്രെസ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, അഡിക്റ്റീവ് ഡ്രഗ്സ്, പൊല്യൂഷൻ, ലാക്ക് ഓഫ് ഹൈജീൻ, പാത്തോജൻസ് എക്സെട്ര ക്യാൻ ഡിസ്ട്രപ്റ്റ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലീഡ് ടു ഇൽ ഹെൽത്ത്. അതായത് ഇതിൽ ഒരു 4-5 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഹോമിയോസ്റ്റാസിസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നുള്ളത് എഴുതുക. കൂട്ടുകാരെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രിയേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നോക്കേണ്ടതായിട്ടുള്ളൂ. ഫിഗേഴ്സ് മസ്റ്റായിട്ട് നോക്കി പോകണം. അതേപോലെ നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് റെസ്പിറേഷൻ ഇൻ ഹ്യൂമാൻ സിസ്റ്റം അല്ലേ, നമ്മുടെ ഹ്യൂമാൻ ബീങ്സിലെ കേസിലുള്ള റെസ്പിറേഷൻ, അതേപോലെ റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസം പ്ലാന്റ്സും, പിന്നെ എക്സ്ക്രിയേഷൻ ഇൻ ഹ്യൂമാൻ ബീങ്സും എക്സ്ക്രിയേഷൻ ഇൻ അതർ ഓർഗാനിസം. ഇപ്പം ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് പോയി കാണാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഷോർട്ട് നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.